ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ChatGPT ആഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആഡ് ട്രൈ ചെയ്തത്. ഞാൻ ആ ഒരു ChatGPT ആഡ് ചെയ്തതിൽ വെച്ച് മെറ്റ ആഡ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മെറ്റ ആഡ്സിലൊക്കെ ഒരു ബിസിനസ് മാനേജർ അക്കൗണ്ട് ഉണ്ടല്ലോ. ChatGPTയിൽ ഞാൻ അങ്ങനെ ഒരു ബിസിനസ് മാനേജർ അക്കൗണ്ട് കണ്ടില്ല. ഓരോ ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഓരോ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോമാറ്റ് ആണ് അവർ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങൾ വേറെ എന്തെങ്കിലും അതിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ChatGPT ആഡ്സ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വേറെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയതാണ്. ബിസിനസ് മാനേജർ അക്കൗണ്ട് ആസ് ഓഫ് നോ ഞാനത് കണ്ടില്ല. രണ്ടാമത്തേത്, നമ്മൾ ടാർഗറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്കിപ്പം പെർട്ടിക്കുലർ ലൊക്കേഷൻസ് ആണ് ചില കൺട്രീസിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ChatGPT ആഡ് 4 കൺട്രീസിലോ 5 കൺട്രീസിലോ എന്താണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ റൺ ചെയ്ത US ലൊക്കേഷനിൽ എനിക്ക് ചില ലൊക്കേഷൻസും പിൻ കോഡ്സും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ അതല്ലാതെ വേറെ ലൊക്കേഷൻ കൊടുത്തപ്പം എനിക്ക് അതിൻ്റെ അത് സ്പെസിഫിക് ആയിട്ടുള്ള പിൻ കോഡും ഏരിയാസും ടാർഗറ്റ് ചെയ്യാൻ ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഐ തിങ്ക് അവരത് കൂടുതൽ ആഡ് ചെയ്ത് വരികയെന്ന് തോന്നുന്നു. ചില ലൊക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പിൻ കോഡും കാര്യങ്ങളുണ്ട്, ചില ലൊക്കേഷനിൽ അങ്ങനെ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ആയി ഫീച്ചർ എനിക്ക് തോന്നിയത്, നമ്മൾ നോർമലി ടാർഗറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഡെമോഗ്രഫി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അതൊക്കെയാണല്ലോ നമ്മൾ കൊടുക്കാറുള്ളത്. ChatGPT ആഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ ഒരു ആൾക്കാർ എന്തായിരിക്കും സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ എന്ത് ടോപ്പിക് ആയിരിക്കും സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അങ്ങനത്തെ രീതിയിൽ ഈ ഒരു കോൺവെർസേഷൻ ഇൻറ്റൻറ്റ് പോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുത്തിട്ട് ഈ കോൺവെർസേഷൻ വരുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ആഡ് കാണിക്കണം എന്നുള്ളൊരു പ്ലേസ്മെന്റ് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഡെമോഗ്രഫി ഇൻട്രസ്റ്റിനൊക്കെ പുറമെ ഇങ്ങനത്തെ ഒരു രീതിയിലത്തെ ഒരു ടാർഗറ്റിംഗ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി വർക്ക്ഔട്ട് ആവുന്ന പോലെ എനിക്ക് തോന്നി. ആ ഓപ്ഷൻ എനിക്ക് എൻറ്റയർലി ന്യൂ ആയിരുന്നു. ഐ ഫൗണ്ട് ഇറ്റ് ഡിഫറെൻറ്റ്. ഓൾസോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ChatGPT ആഡ്സ് ഒക്കെ കുറച്ച് പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കൺവേർഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഞാൻ കണ്ടില്ല. റീച്ച്, ക്ലിക്സ് അങ്ങനത്തെ ഗോൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിട്ടൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം മിസ്സായിരിക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ മെറ്റ ആഡ്സിലും ഗൂഗിൾ ആഡ്സിലൊക്കെ കണ്ടുവരുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഇമീഡിയറ്റ്ലി കൊണ്ടുവരുമെന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ ഇതുവരെ ഇത്രയും കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്തത്. നിങ്ങൾ ChatGPT ആഡ്സ് ഓൾറെഡി ഏതെങ്കിലും ക്ലയൻറ്റിന് വേണ്ടി റൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ ഇൻ ദ കമൻറ്റ്സ്. ഓൾസോ നിങ്ങൾക്ക് ഈ ChatGPT ആഡിനെ പറ്റി ഞാൻ കൂടുതൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ also comment in this video. I will make a detailed tutorial later. I will send the link once the video is done to your inbox. Stay tuned for the next video.